കാലഘട്ടത്തിൽ ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം സഹാബികൾക്കുണ്ടായിരുന്നു. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വലിയ പരാതി, അദ്ദേഹം ഉമ്മയോടൊത്ത് ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല. വലിയ പരാതി, അതൊരു വലിയ കംപ്ലൈന്റ് ആണെന്ന് കണ്ടത്. നമ്മളൊക്കെ ആ പാത്രം എടുത്ത് ഉമ്മയുടെ തലക്കടിക്കുന്നു, അതൊന്നും നമുക്കൊന്നും വലിയ കംപ്ലൈന്റ് അല്ല. കൂട്ടുകാർ പറയും, കൊല്ലാത്തന്തറ ആ കിളവിയെ അടിച്ചിട്ട് വന്നു, ഞാനാണ് നീ കുത്തി കയറ്റെന്ന് പറയും. ഇതാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ അന്ന് അങ്ങനെയാണ്. നമ്മൾ ആരെങ്കിലും ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഉമ്മ കഴിക്കുന്നതോടൊപ്പം തന്നെ ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഈ അടുത്ത സമയത്താണ്. പണ്ട് ചെറുതിലെ മോനെ അമ്പിളിയമ്മാവനെ നോക്കടാന്ന് ഉമ്മ പറയും. നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ നാക്കുമ്പോൾ തന്നെ ഉമ്മ ഭക്ഷണം തരും, കുറച്ച് ഭക്ഷണം ഉമ്മയും കഴിക്കും. അങ്ങനെ ഒരുമിച്ച് കഴിച്ചതല്ല. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ആരെങ്കിലും ഉമ്മയോടൊത്തിരുന്ന് ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ഒരു 4-5 മാസത്തിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക നോക്കട്ടെ. അത്രയും വലിയ സ്വാലിഹ്യങ്ങളുണ്ടോന്ന്. ആരുമില്ല. ഒരാളുണ്ട്, അൽഹംദുലില്ലാ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആ ഒരാളെ കാണാൻ നിങ്ങൾക്ക് എത്ര താല്പര്യമാണെങ്കിൽ ആ ഒരാൾ 2-3 പേരുണ്ട്, അൽഹംദുലില്ലാ, അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. അദ്ദേഹം അതേക്കുറിച്ച് ഒരുപാട് വാചാലനായി എന്നോട് സംസാരിച്ച സഹോദരനാണ്. അല്ലാഹു ഉമ്മാക്കും ഉപ്പാക്കും സ്വർഗ്ഗം കൊടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഭാര്യയോടൊത്തിരുന്ന് ഭക്ഷണം കഴിച്ച ഒരു കൈ പൊക്കാൻ പറഞ്ഞാൽ കൈയും പൊക്കും, ചിലപ്പോൾ കാലും പൊക്കും ഇവിടെ. കാരണം എന്താണെന്നറിയോ? അത് സംഭവം, അത് കളി വേറെയാ, അത് വേറെ. ഭാര്യയോടൊത്തില്ല നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. എന്തുമായിരുന്നു കല്യാണം കഴിഞ്ഞ വാടേ, അല്ലാ എന്തൊക്കെ ഗമയായിരുന്നു. ഭർത്താവിന്റെ പവറൊക്കെ കാണണം. വലിയ ഇംഗ്ലീഷിൽ സംസാരിക്കുള്ളൂ അല്ലേ, ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുള്ളൂ, ഒരുമിച്ച് കുളിക്കുള്ളൂ, ഒരുമിച്ച് പല്ല് തേക്കുള്ളൂ, ഒരുമിച്ച് യാത്ര ചെയ്യുള്ളൂ, ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോ ഭാര്യയെ കണ്ടിട്ട് തന്നെ കുറെ ആളായെന്നാണ്. കാണലുണ്ടോ? ഒരു റൂമിൽ തന്നെയാണോ? അല്ലാഹു അഅലം. ഓർമ്മ പോലും ഉണ്ടാവില്ല. അങ്ങനെ പോണു ഉസ്താദേ, കുഴപ്പമില്ല. ഒരു നിരാശ. കല്യാണം കഴിഞ്ഞ സമയത്ത് എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, ഓ പടച്ചോനെ സുന്ദരിക്കുട്ടെ. ഇപ്പൊ ചോദിച്ചാലോ? അങ്ങനെ പോണു, ഒരു പരിപാടി, ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. എന്ന് ശരിയാവാ? മരിക്കുമ്പോ ശരിയാവും. എന്തുകൊണ്ടെന്നറിയോ? നമുക്ക് നമ്മുടെ മനസ്സിലത് പിടിച്ചേർത്ത. ഇതിവിടെ സൈക്കോളജിക്കലിന്റെ ക്ലാസ് ഒക്കെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ബഷീറഡാത്തിനെ പോലെയുള്ള ഇവിടെയൊക്കെ ക്ലാസ് വെക്കുന്നുണ്ട്. അതൊക്കെ നല്ലതാ. കുടുംബജീവിതം ഭദ്രമാക്കാനും നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോ നമുക്കെന്താണ്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോടൊത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുടുംബജീവിതത്തിന് ഒരു ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനൊക്കെ വേണ്ടിയാണ്. ഉമ്മയോടൊത്തിരുന്ന് കഴിച്ചു നോക്കണം, വല്ലാത്ത സുഖമാണത്. അവർക്കൊരു വെറുപ്പ് നമ്മളെടുത്തില്ലല്ലോ. ഏതെങ്കിലും ഉമ്മമാരും മക്കളെ വെറുക്കുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് വെറുക്കാൻ കഴിയില്ല. ഈ കട്ട കൊണ്ടെന്നേറിഞ്ഞാലും എന്റെ കുഞ്ഞിനെ കാക്ക് നീ മന്നാനേ, നിന്യതയോടെ തഴഞ്ഞാലും എന്റെ കൽബിൽ നിറയെ മകനാണേ. തീക്കട്ട കൊണ്ടെറിഞ്ഞാലും, തീക്കട്ട കൊണ്ട് ഉമ്മയെ എറിഞ്ഞാലും ഉമ്മ പറയുന്നു, അല്ലാ എന്റെ പൊന്നുമോന്റെ ശരീരത്തിൽ ഒരു തീപ്പൊരി പോലും വീഴാതെ നീ കാക്കണേ അല്ലാ. അങ്ങനെ പ്രാർത്ഥിക്കാൻ ലോകത്തുമ്മാക്ക് മാത്രമല്ലേ കഴിയുകയുള്ളൂ. ഉമ്മയും ഉപ്പയും കരയുന്ന വീടുകൾ, നന്മ മരിക്കുന്ന ജഹിലിന്റെ കൂടുകൾ, എത്ര തളർന്നാലും വീണ്ടും ചിരിക്കുന്നു റഫുവാണേ, മക്കൾ കലിവാണേ. കഴുത്തിൽ കയറിട്ട മറുനാലും മോനെ മോനെ എന്നല്ലാതെ വിളിക്കൂലേ, കനലിൽ ഇറങ്ങി നടന്നാലും മോനെ നെഞ്ചിന്റെ ചോടീന്ന ഗറ്റൂലേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് എഴുതിയ വഴികളാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഈ പ്രിയപ്പെട്ട നൗഷാദ് വാക്ക് എഴുതിയിട്ട് പാടി സന്തോഷിപ്പിച്ചു കൊടുത്ത വാക്കുകളാണ് നിങ്ങളോട് പറഞ്ഞത്. എന്തറിഞ്ഞാലുള്ള ചെറുപ്പക്കാരാ, തീക്കട്ട കൊണ്ടിറങ്ങിട്ട് നടക്കാൻ പറഞ്ഞാൽ പ്രിയപ്പെട്ട ഉമ്മയെ നെഞ്ചിൽ, പൊന്നുമോനെ നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ട് കനൽ കട്ടയിൽ ചവിട്ടി നടക്കുമ്പോഴും ഉമ്മ ആ പൊന്നുമോനെ നെഞ്ചിന്റെ ചൂട് കൊടുത്തിട്ട് സമാധാനിപ്പിക്കുകയാണ്. എന്റെ പൊന്നുമോനൊന്നും വരല്ല അല്ലാ, എന്റെ തങ്കക്കുടത്തിനൊന്നും വരല്ല അല്ലാ, എന്റെ മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോ
പൊന്നുമോനെ മരണപ്പെട്ടു പോയപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറമിൽ നിന്ന് പൊട്ടുന്ന മനസ്സുമായിട്ട് എനിക്ക് ക്ഷമ തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ പൊന്നുമോന്റെ മയ്യത്തിന്റെ മുമ്പ് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞതല്ലാ, എന്റെ മുസ്താഖ് എന്ന പൊന്നുമോന് മരിക്കുന്നതിന് പകരം എന്നെ മരിപ്പിച്ചിരുന്നെങ്കിലല്ല എന്റെ പൊന്നുമോന് സങ്കടം വരില്ലായിരുന്നല്ലോ. അവന്റെ മകൻ മരിക്കുന്നതിന് പകരം എന്നെ നീ മരിപ്പിച്ചിരുന്നെങ്കിലല്ല എന്നെന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞപ്പോ എന്റെ ഖൽബിൽ അല്ലാഹു തന്നൊരു സമാധാനമാണ്. ഉമ്മമാരങ്ങനെയാണ്, എത്ര സ്നേഹിച്ചാലും മതിവരാത്ത നീരുറവയാണ് പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ട് ഉമ്മയോടും വാപ്പയോടും നമ്മൾ ഒരു അധപകേടും കാണിക്കല്ലേ ചെറുപ്പക്കാരാ. വലാ തഖുല്ലഹുമാ ഉഫിൻ, ഛേ എന്ന ഒരു വാക്കുപോലും നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെ നിങ്ങൾ പറയല്ലേ എന്ന് ഖുർആൻ പറഞ്ഞത് എത്ര കണിശമായ ശബ്ദത്തിലെന്നറിയോ? നമ്മുടെ സ്വർഗമടഞ്ഞു പോകുന്ന, നമ്മുടെ നന്മകൾ കത്തിക്കരിഞ്ഞു പോകുന്ന, നമ്മുടെ പുണ്യങ്ങളില്ലാതായി പോകുന്ന, നമ്മുടെ എല്ലാ സ്വർഗത്തിന്റെ അന്തരീക്ഷങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റിവെക്കുന്ന ഒരു മഹാപാതകമാണത്. അതുകൊണ്ട് അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾ വന്ന് പരാതി പറയുകയാ, നിങ്ങൾ ഉമ്മയെ സ്നേഹിക്കുന്നയാളാണ്, നിങ്ങൾ വാപ്പയെ സ്നേഹിക്കുന്നയാളാണ്, പക്ഷേ നിങ്ങൾ ഉമ്മയുടെ അടുത്തിരുന്ന് ഉമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഖാഫു അൻ തസ്ബഖ യദയ്യ യദഹാ ഇലാ മാ തസ്ബിഖു ഇലൈഹി ഐനാ. എന്റെ ഉമ്മ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണം ഉമ്മ എടുക്കുന്നതിന് മുമ്പ് അറിയാതെ ഞാൻ എടുത്തു പോകുമോ എന്ന പേടി കൊണ്ടാ ഒരുമിച്ചൊരു പാത്രത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് ആ ഭക്ഷണം എടുക്കണമെന്ന് കരുതിയിട്ട് ഉമ്മ എടുക്കാൻ വേണ്ടി കൈകൊണ്ടുവരുമ്പോ അറിയാതെ എന്റെ ഉമ്മ ആഗ്രഹിച്ചു പോയ ഭക്ഷണം എന്റെ ഉമ്മ എടുക്കുന്നതിന് മുമ്പ് ഞാൻ എടുത്തു പോകുമോ എന്ന പേടിയാ. അതുകൊണ്ടാണ് ഞാൻ ഉമ്മയോടൊപ്പിരുന്ന് ഭക്ഷണം കഴിക്കാത്തതെന്ന് മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്റെ കാഞ്ഞങ്ങാട് വന്നിരിക്കുന്നവരെ, നിങ്ങൾ ഉമ്മയോടൊപ്പിരുന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മാക്ക് സങ്കടം വരൂല. നിങ്ങൾ ഉമ്മാന്റെ അടുത്ത് വന്ന് ഉമ്മാക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ഉമ്മാക്ക് വിഷമം വരൂല. പിന്നെയോ എപ്പോഴാണ് ഉമ്മാക്ക് സങ്കടം വരുന്നതെന്നറിയോ? മാതാപിതാക്കൾക്ക് വേണ്ടത് പരിഗണനയാണ്. അവർക്ക് വേണ്ടത് പരിഗണനയാണ്, പൈസയില്ല. 17 വർഷം കൊണ്ട് ഗൾഫിൽ ഫാമിലിയായി കഴിയുന്ന സഹോദരൻ, ഞാൻ ആ സഹോദരൻ ചോദിച്ചു, നാട്ടിൽ പോലില്ലേ? ആ സഹോദരൻ പറഞ്ഞു, ഭാര്യയും മക്കളൊക്കെ ഇവിടെ അല്ലേ ഉസ്താദേ, പിന്നെ ഞാൻ നാട്ടിൽ പോകുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മയോ? ഉമ്മ നാട്ടിലായിരുന്നു, കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. 16 വർഷം ഉമ്മയെ കാണാതെ ഗൾഫിൽ നിന്നു ആ സഹോദരൻ. 16 വർഷം മരണപ്പെട്ടപ്പോ നാട്ടിൽ വന്നു. 16 വർഷം ഉമ്മയെ കാണാതെ നാട്ടിൽ നിന്നു പ്രിയപ്പെട്ട സഹോദരൻ. 16 വർഷം. മക്കളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ ഉമ്മയുടെ മനസ്സിനകത്ത് സങ്കടം ഉണ്ടാവില്ല. അവനവിടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവന് സങ്കടമൊന്നുമില്ല. പക്ഷെ ഉമ്മയുടെ മനസ്സിൽ എന്റെ മോൻ എന്നെ കാണാൻ വന്നതിൽ ഇത്രയും വർഷമായില്ലേ, അകന്ന് കഴിയുമ്പോൾ ഒരു അകൽച്ച തന്നെയല്ലേ, നമ്മൾ ചിന്തിക്കൂല. ആരെങ്കിലും ചോദിക്കുമ്പോ ഉമ്മ പറയും, അവനവിടെ നല്ല ജോലിയാണ്, വരാനൊന്നും കഴിയൂല, അറബിയായിട്ട് അടുത്ത ബിസിനസ് ഒക്കെയാണ്, അതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് വരില്ല എന്ന് പറഞ്ഞ് ഉമ്മ സമാധാനിക്കുമെങ്കിലും ആ മനസ്സ് ചിലപ്പോൾ നീറുകയായിരിക്കും. നമ്മൾ കൊടുക്കേണ്ടത് എന്താ? ഈ അരിഞ്ഞാല് വന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നത്, നമ്മൾ കൊടുക്കേണ്ടത് പരിഗണനയാണ്. നമ്മൾ കൊടുക്കേണ്ടത് പരിഗണനയാണ്. ഇപ്പോ അഷ്റഫ് എന്ന് പറയുന്ന ഒരു നല്ല മകൻ മൂസ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഉപ്പാക്ക് നല്ല പരിഗണന കിട്ടുന്നുണ്ട്. ഈ സമുദായത്തിൽ വാപ്പ മരിച്ചുപോയെങ്കിലും വാപ്പയുടെ പേര് നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് 100 ഹദിയ ഒരുമിച്ച് ചെയ്യുന്ന പരിപാടി എം ബി മൂസ എന്ന് പറയുന്ന സഹോദരൻ തന്റെ 47 വയസ്സിനകത്ത് ചെയ്തിട്ടുണ്ട്. 47 വയസ്സല്ല മരിക്കുമ്പോൾ, 47 വയസ്സിനകത്ത് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇവിടെ എത്രയോ കാര്യങ്ങൾ 10-25 വയസ്സൊക്കെ പ്രായമാകുമ്പോൾ എത്രയോ സംഘടനകളുടെ തലപ്പത്താണ്, എത്രയോ സ്ഥാപനങ്ങളുടെ തലപ്പത്താണ്, എത്രയോ കാര്യങ്ങളുടെ മേൽനോട്ടക്കാരനാണ്.
ആ പ്രിയപ്പെട്ട സഹോദരൻ. ഞാനിവിടെ ആദ്യം വരുന്ന സമയത്ത് എന്നെ മൗവൽ അഷ്റഫ് സാഹിബാണ്, MB അഷ്റഫ് സാഹിബിനെ, ABM അഷ്റഫ് സാഹിബിനെ പരിചയപ്പെടുത്തുന്നത്. അന്ന് വണ്ടിക്കകത്തിരുന്ന് സംസാരിക്കുമ്പോൾ, അഷ്റഫ് സാഹിബ് ഇവിടെ ഇല്ല, അബുദാബിയിലാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ ഉപ്പയെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഉപ്പയെക്കുറിച്ച്, ഉപ്പയുടെ ജീവിത കാര്യങ്ങളെ സംബന്ധിച്ചും അന്നുണ്ടായിരുന്ന അവസ്ഥകളെ കുറിച്ചൊക്കെ ഒരുപാട് നാട്ടുകാർക്ക് അറിയുന്ന പല ചരിത്രങ്ങളും. ഇവിടെ സുവനീറൊക്കെ അവരിറക്കി, അതിനകത്തൊക്കെ ധാരാളം പറയുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഉന്നതമായ ബർസഖ് ജീവിതം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ കാലാകാലം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചവരാണ്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ അവരെ ഇങ്ങനെ അള്ളാഹു ഒരു തീരുമാനം വരുമ്പോൾ ഒരു കാരണമുണ്ടാക്കി അള്ളാഹു കൊണ്ടുപോവാണ്. പരിഗണനയാണ് നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ആവശ്യം, പൈസയല്ല. നിങ്ങൾ എല്ലാ മാസവും കുവൈറ്റിൽ നിന്നും, ഇറാഖിൽ നിന്നും, സൗദിയിൽ നിന്നും, മസ്കറ്റിൽ നിന്നും വാപ്പാക്ക് 50,000 അയച്ചു കൊടുക്കുന്നു പറഞ്ഞെന്ന് അതൊന്നും പരിഗണനയില്ല. പരിഗണന എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ വാപ്പാടെ ഉമ്മയുടെ അടുത്ത് വന്നിരിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും പെരുന്നാളിന് ഉമ്മയെ കാണാതെ എനിക്കെന്ത് പെരുന്നാളാന്നോ ഉമ്മയുടെ മുഖത്ത് നോക്കി പറയുന്ന മോനെ ഉമ്മാക്ക് മറക്കാൻ കഴിയില്ല. ഇന്ന് പെരുന്നാളിന് മക്കൾ വാപ്പാക്കും ഉമ്മാക്കും അയച്ചു കൊടുക്കുന്നത് എന്താണ്? ഈദ് മുബാറക് മൊബൈലിലൂടെ. ഉമ്മ രാവിലെ എടുത്ത് നോക്കുമ്പോ, ഉമ്മ മൂത്ത മോനെ വിളിച്ചോ? ഇല്ലല്ല, അവൻ ഈദ് മുബാറക് അയച്ചിട്ടുണ്ട് രാവിലെ, കഴിഞ്ഞു, എന്റെ പെരുന്നാൾ കഴിഞ്ഞു. ഉമ്മയോടത്തുള്ള പെരുന്നാൾ മറന്നുപോയ കാഞ്ഞങ്ങാട്ട മക്കളെ, വാപ്പയോടത്തുള്ള പെരുന്നാൾ മറഞ്ഞുപോയ കാഞ്ഞങ്ങാട്ട മക്കളെ, ആ കുടുംബജീവിതത്തിന്റെ മധുരം നിങ്ങൾ നശിപ്പിച്ചു കളയല്ലേ? ആ ഒത്തൊരുമയുടെ മാഹാത്മ്യം നിങ്ങൾ തകർത്തെറിഞ്ഞു കളയല്ലേ? അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്റെ ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും തരണേ അല്ലാ. പരിഗണനയാണ് അവർക്ക് ആവശ്യം. നിങ്ങളൊരു വീട് വെക്കാൻ പോകുന്നു, കാസർഗോഡ് ജില്ലയിൽ ഒരു 10 സെന്റ് വസ്തു നിങ്ങൾ വാങ്ങി. ആദ്യം നിങ്ങൾ പറയേണ്ടത് ആരോടാണ്? വേദനയോടെ നിങ്ങളെ പ്രസവിച്ച ഉമ്മയുടെ അടുത്ത് പോയിട്ട് പറയണം, ഉമ്മ ഞങ്ങൾ വീട് വെക്കാൻ പോകുന്നു, ഉമ്മ ഒരു ചെറിയ വസ്തു വാങ്ങി, ഉമ്മ നിങ്ങൾ ദ്വാരക്കണമെന്ന് ഉമ്മയോട് പറഞ്ഞത് കൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ഒരു നഷ്ടവും നിനക്ക് വരാൻ പോകുന്നില്ല. വാപ്പയോട് പറയണം, വീട് വെക്കാൻ പോകുന്നു, വീടിന് കുറ്റിയടിക്കാൻ തങ്ങൾ വരുന്നു, വാപ്പ കൂടി വരണം, ഉമ്മ കൂടി വരണം. എന്റെ വീട് താമസമാകാൻ പോകുന്നു, എന്റെ വീടിന്റെ ചാവി ഉമ്മ എന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കണം, ഉമ്മ ആ വീടിന്റെ താമസത്തിന്. ഇതൊക്കെ നമ്മൾ പറയണ്ടേ? ഭാര്യ ഉമ്മയെയും ചേർത്ത് കൊണ്ടുപോകണം. ചില ഉമ്മമാര് വലിയ പ്രശ്നമാണ്, പറയാതിരിക്കാൻ പറ്റൂല, വലിയ പ്രശ്നമാണ് ചില ഉമ്മമാര്. അതുകൊണ്ടാണ് ഈ മരുമക്കൾ പറയുന്നത്, ഭർത്താവ് പറയും എവിടെ പോവാ നിങ്ങള്? അപ്പൊ ഭർത്താവ് പറഞ്ഞ ഉമ്മയോട് പോയി പറയട്ടെ, ഞങ്ങൾ വസ്തു വാങ്ങാൻ പോണ കാര്യം ഉമ്മയോട് പറയട്ടെ. അപ്പൊ ഭാര്യ പറയും, നിങ്ങൾക്ക് വേറെ ജോലിയുണ്ട് മനുഷ്യ, എല്ലാം ഉമ്മാരെടുത്ത് പോയി പറഞ്ഞ വസ്തു വാങ്ങാൻ പറ്റുമോ? ഉമ്മ നാട് മൊത്തം പോയി പറയൂലേ? ആകെ ഫിത്തിന ഉണ്ടാവൂലേ? ആ വസ്തു വേറെ കച്ചവടക്കാർ കൊണ്ടുപോലേ? എന്തൊരു വന്നാലും എന്ന് പറഞ്ഞ് ഭാര്യ പറയുന്നതോടുകൂടി അവൻ സ്റ്റോപ്പ് ചെയ്യും. എന്നാ ഇവൻ പറയണ്ടേ, ഞാൻ ഉമ്മയോട് പറയാൻ പോവല്ലേ, ഇനിയിപ്പോ നീ പറഞ്ഞോളൂ, ഞാൻ പറയണ്ടേ, പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അറിയാതെ ഉമ്മ അടുത്ത് പോയി പറയണം. അങ്ങനെയൊക്കെ മക്കൾ നമ്മുടെ അടുത്ത് തന്നെ വേണം. അവർ പണം ചെലവഴിക്കുന്നൊരു ഇഷ്ടമില്ല, അവർ യാത്ര പോകുന്നൊരു ഇഷ്ടമില്ല, അതൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ചില ഉമ്മമാരെങ്ങനെയാണ്, വലിയ പ്രശ്നമാണ്. മക്കളും മോനും മരുമോളും എവിടെ പോയാലും ഉമ്മയും കൂടി ചുരിദാറും എടുത്ത് കയറ്റി കൊണ്ടിറങ്ങി ചെല്ലും, കൂടെ ഞാനും വരണം. അപ്പോ മക്കള് പറയും, ഉമ്മ ഈ വയസ്സുകാലത്ത് ഞങ്ങൾ പോണത് വീഗാലാൻഡില, ഉമ്മ അതിന്റെ മോളിൽ കയറി മറിഞ്ഞുവിടും, ഉമ്മയുടെ കാറ്റ് പോകും. മരുമോളി ചിലപ്പോൾ പറയും, കൊണ്ടുപോകാം, മരിക്കണമെങ്കിൽ മരിക്കട്ടെ, കയറ്റി വിടാം നമുക്കെന്ന് പറയാം. ചില മരുമോൾ അങ്ങനെയും പറയും. ഇതെങ്ങനെ? കാരണം എന്താണെന്നറിയോ? ആ സമയമാകുമ്പോഴാണ് നമുക്ക് അതിന്റെ വിപ്രാളം അറിയുക. എന്നാൽ യവൻ എന്ത് ചെയ്യണം? നിങ്ങൾ യാത്ര വയ്ക്കോ, വല്ലപ്പോഴും ഉമ്മയോട് പറയണം, ഉമ്മ ഇന്ന് നമുക്ക് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം. ഉമ്മ പറയും, ശരി മക്കളെ. ഉമ്മ പെട്ടെന്ന് ഒരുങ്ങി തയ്യാറായി വരും. വലിയ വണ്ടിക്കകത്ത് ഭാര്യയും മക്കളും ഉമ്മായും ഉപ്പായും ഉപ്പുപ്പായും എല്ലാവരും കയറട്ടെ, കൊണ്ടുപോയി നല്ല അടിപൊളി ഹോട്ടലിൽ, തട്ടുകടയിൽ കൊണ്ടുപോകരുത്, കുടുംബകലം വീണ്ടും കൂടെ ഉള്ളൂ, നല്ല അടിപൊളി ഹോട്ടലിൽ കൊണ്ടുപോയി നല്ല സുഭിക്ഷമായ ഭക്ഷണം. ഉമ്മയോട് പറയണം, ഉമ്മക്ക് എന്താ വേണ്ടത്? മട്ടൻ ലിവർ വേണോ? മട്ടന്റെ കാല് വേണോ? തല വേണോ? എന്താ ഉമ്മക്ക് കഴിക്കാൻ ഇഷ്ടം? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പറയുമ്മ, എന്റെ അടുത്ത് പറയുമ്മ, ഞാൻ വാങ്ങിത്തരാം, ഞാൻ ഉമ്മയുടെ പൊന്നുമോനല്ലേ എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞ് ആ ഉമ്മ ഭക്ഷണം കഴിക്കാതെ ഒരുപക്ഷെ അവിടെ ഇരുന്ന് കരയും. അന്ന് വരെ നിങ്ങളോട് കാണിച്ച എല്ലാ വെറുപ്പും ഉമ്മ അവസാനിപ്പിക്കും.
ഉമ്മയുടെ കണ്ണ് നിറയും. ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു നോക്കും. ഉമ്മ എന്തോ വിചാരിക്കട്ടെ, ഒരു പ്രാവശ്യം മരുമക്കളായ നിങ്ങൾ ഭർത്താവിനെ നിർബന്ധിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്ക്, നമുക്ക് ഇപ്രാവശ്യം പോകുമ്പോൾ നിങ്ങളുടെ ഉമ്മയെ കൂടെ കൊണ്ടുപോകാം, നീ ഒന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോൾ ഭർത്താവ് അപ്പോൾ തന്നെ നെഞ്ചുവനെ ഒന്ന് മരിക്കുകയും ചെയ്യും. എന്റെ ഉമ്മയെ കൊണ്ടുപോകാന്നോ? ഇടി നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ലല്ലേ, കമ്മ കൊണ്ടുപോവാ. അള്ളാഹു എന്റെ ഭാര്യക്ക് ശൈത്താൻ കൂടിയെന്ന് തോന്നുന്നു റബ്ബേ, അവൾ എന്തൊക്കെ വിച്ചുമ്പോഴും പറയാം. ജീവിതത്തിൽ എന്റെ ഉമ്മയുടെ മുഖത്ത് വെക്കാത്ത ഭാര്യ ടൂറിന് പോകുമ്പോ കൊണ്ടുപോകാന്ന് പറയാം. അങ്ങനെ പറയണം നിങ്ങൾ. നമ്മൾ ഉമ്മയാവൂലേ, നമ്മൾ ഉമ്മുമ്മയാവൂലേ? നമ്മൾ പറയണം, തീർച്ചയായിട്ടും പറയണം. നിങ്ങൾ നല്ല സ്ത്രീകളല്ലേ, അള്ളാനെ ഭയന്ന് ജീവിക്കുന്നവരല്ലേ. ഭർത്താവിന്റെ ഉമ്മ, നിങ്ങളുടെ ഉമ്മ, നമ്മുടെ വാപ്പ, എല്ലാവരും ഒരുമിച്ചാവട്ടെ. സന്തോഷം.